പ്രണയം സാർവത്രികമാണ്. എന്നാൽ ആർക്കാണ് പ്രണയിക്കാൻ അനുവാദമുള്ളത്? ആർക്കാണ് പ്രണയിക്കാൻ അനുവാദമില്ലാത്തത്? ഇത് പലപ്പോഴും കുടുംബങ്ങൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ലെസ്ബിയൻ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇതിൻ്റെ സ്വീകാര്യത ഇപ്പോഴും പല വീടുകളിലും ഇത്രയധികം വെല്ലുവിളിയായിരിക്കുന്നത് എന്തുകൊണ്ട്? ശരിക്കും ലെസ്ബിയൻസിന് വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ? ഇന്ന് നമുക്ക് സെൻസിറ്റീവായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ലെസ്ബിയൻ പ്രണയം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ആദ്യം നമുക്ക് ഈ വിഷയത്തിൽ പരമ്പരാഗത വിശ്വാസം എന്താണെന്ന് പരിശോധിക്കാം. നൂറ്റാണ്ടുകളായി സമൂഹം വിവാഹത്തെ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും കൂടിച്ചേരലായി കണക്കാക്കി വരുന്നു. അതിനു പുറത്തുള്ള എന്തും പ്രകൃതി വിരുദ്ധമോ പാപകരമോ ആയി കണക്കാക്കപ്പെട്ടിരുന്നു. പെൺമക്കൾ പുരുഷന്മാരെ വിവാഹം കഴിക്കുകയും കുട്ടികളെ വളർത്തുകയും കുടുംബത്തിന്റെ ബഹുമാനം സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് കുടുംബങ്ങൾ വിശ്വസിച്ചിരുന്നു. അത്തരം പാരമ്പര്യങ്ങളിൽ ലെസ്ബിയൻ പ്രണയത്തിന് സ്ഥാനമില്ലായിരുന്നു. സമൂഹത്തിലെ ഗോസിപ്പുകളെക്കുറിച്ചുള്ള ഭയം, മതപരമായ നിയന്ത്രണങ്ങൾ, പഴയ ആചാരങ്ങളുടെ ഭാരം എന്നിവ പലർക്കും സൗവർഗബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്തതാക്കി. എന്നാൽ കാലം മാറുകയാണ്. വിദ്യാഭ്യാസത്തിലെ പുരോഗതി, ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ സ്വാധീനം, ആഗോള സംസ്കാരം എന്നിവയുമായി സമ്പർക്കം പുലർത്തുന്ന യുവതലമുറ ലെസ്ബിയൻ പ്രണയത്തെ വിശാലമായ ഒരു രീതിയിൽ കാണുന്നു. സിനിമകൾ, പുസ്തകങ്ങൾ, സോഷ്യൽ മീഡിയ എന്നിവ പുതിയ സംഭാഷണങ്ങളിലേക്കും ചർച്ചകളിലേക്കുമുള്ള വാതിലുകൾ തുറക്കുന്നു. പല രാജ്യങ്ങളിലും നിയമങ്ങൾ ഇപ്പോൾ സ്വവർഗ ദമ്പതികളെ സംരക്ഷിക്കുന്നു. സ്ത്രീ സ്ത്രീയെ മാത്രമല്ല, പുരുഷൻ പുരുഷനെ പ്രണയിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും പല രാജ്യങ്ങളിലും അംഗീകരിക്കുന്നു. സ്നേഹം ലിംഗഭേദത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന സന്ദേശം പ്രചരിക്കുന്നു. അറിയാത്തവർക്കായി പറയാം, ഒരു ലെസ്ബിയൻ ബന്ധം എന്നത് വൈകാരികവും ശാരീരികവും പ്രണയപരവുമായ ബന്ധത്തിനായി പരസ്പരം തിരഞ്ഞെടുക്കുന്ന രണ്ട് സ്ത്രീകളെയാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീയെ മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുക. എന്തുകൊണ്ടാണ് പല കുടുംബങ്ങളും ഇപ്പോഴും അത് അനുവദിക്കാത്തത്? ഇന്നും പല കുടുംബങ്ങളിലും ലെസ്ബിയൻ പ്രണയം നിരസിക്കപ്പെടുന്നു. എന്താണ് അതിൻ്റെ കാരണങ്ങൾ? പാരമ്പര്യ വിശ്വാസം ലംഘിക്കുമോ എന്ന ഭയം, ബന്ധുക്കളും സമൂഹവും എന്തു പറയും എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അത് പ്രകൃതിക്കോ സംസ്കാരത്തിനോ എതിരാണെന്ന വിശ്വാസം, ഏറ്റവും പ്രധാനമായി അവബോധത്തിൻ്റെ അഭാവം. സ്നേഹം എല്ലായ്പ്പോഴും ഒരു ഫോർമുല പിന്തുടരുന്നില്ലെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നല്ലേ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. സത്യം ലളിതമാണ്. സ്നേഹത്തെ ഒരിക്കലും ലിംഗഭേദം നോക്കി അളക്കരുത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ശരിയാണെന്നാണോ അതോ തെറ്റാണെന്നാണോ? സ്നേഹത്തിൽ പ്രധാനം ലിംഗമല്ല, ബഹുമാനം, വിശ്വാസം, സൗഹൃദം എന്നിവയാണ്. രണ്ട് സ്ത്രീകൾ ഈ മൂല്യങ്ങൾ പങ്കിടുമ്പോൾ അവരുടെ ബന്ധം മറ്റേതൊരു ബന്ധത്തെയും പോലെ അർത്ഥവത്താണ്. ആധുനിക സമൂഹം പതുക്കെ ഉൾക്കൊള്ളലിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് നമ്മുടെ വീടുകൾക്കുള്ളിലാണ്. ഇനി നമുക്ക് മറ്റൊരു സെൻസിറ്റീവ് കോണിലേക്ക് നോക്കാം. അത് ഇവരുടെ ഗർഭധാരണത്തെക്കുറിച്ചാണ്. പരമ്പരാഗത വിവാഹം എല്ലായ്പ്പോഴും കുടുംബം, കുട്ടികൾ, സംസ്കാരത്തിൻ്റെ തുടർച്ച, മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്നിവയെക്കുറിച്ചുള്ള ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ഈ വിവാഹ സമ്പ്രദായം സമൂഹം വളരുകയും കുടുംബ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകം നിലനിർത്തുകയും ചെയ്തുവെന്ന് ഉറപ്പാക്കി. പരമ്പരാഗത വിവാഹമില്ലാതെ നമുക്കറിയാവുന്ന ഈ മനുഷ്യ സംസ്കാരം ഇന്ന് വരെ നിലനിൽക്കില്ല. എന്നാൽ ഇവിടെ ചോദ്യം ഉയർന്നു വരുന്നു. ഗർഭധാരണത്തിലൂടെ കുടുംബത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പിന്തുടർച്ചയും മനുഷ്യൻ്റെ നിലനിൽപ്പും സാധ്യമാക്കുന്ന ഈ പ്രക്രിയയിൽ ലെസ്ബിയൻ ദമ്പതികൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ? ജൈവശാസ്ത്രപരമായി ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതിന് അണ്ഡവും പുരുഷബീജവും ആവശ്യമാണ്. പുരുഷ പങ്കാളിത്തമില്ലാതെ സ്വാഭാവിക ഗർഭധാരണം സാധ്യമല്ല.
അതുകൊണ്ടാണ് പല കുടുംബങ്ങളും ഈ ലെസ്ബിയൻ എന്ന ആശയം നിരസിക്കുന്നത്. ലെസ്ബിയൻ ദമ്പതികൾ ജീവിതം സൃഷ്ടിക്കുന്നതിനും സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള പരമ്പരാഗത ചക്രത്തിൽ പ്രതിജ്ഞാബദ്ധരല്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഞാൻ ഒരിക്കൽ കേൾക്കാനിടയായ ഒരു ഉദാഹരണം പറയാം. ലെസ്ബിയൻ ദമ്പതികളായ മീരയോടും ദീപയോടും അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് എങ്ങനെ ഒരു കുട്ടിയുണ്ടാകും? മീര ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഞാൻ ദീപയുടെ അണ്ടമെടുത്ത് എൻ്റെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കും. ഞാൻ ഗർഭം വഹിക്കും. അഥവാ ഗർഭിണിയാകുന്നത് മീരയായിരിക്കും, എന്നാൽ അത് ദീപയുടെ അണ്ടം വഹിച്ചുകൊണ്ടായിരിക്കും. അവൾ വലിയൊരു അഭിമാനത്തോടെയാണ് അത് പറഞ്ഞത്. ഉടനെ തന്നെ അവതാരകൻ ചോദിച്ചു, അതിനൊരു പുരുഷ ബീജം വേണ്ടേ? അപ്പോൾ നിങ്ങൾ ആരുടെ ബീജമാണ് ഉപയോഗിക്കുക? അവർ സത്യസന്ധമായി മറുപടി പറഞ്ഞു, അതെ, ഞങ്ങൾക്കൊരു പുരുഷന്റെ ബീജം ആവശ്യമാണ്. പക്ഷേ ആരുടെ ബീജമാണ് എടുക്കേണ്ടതെന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ലെസ്ബിയൻസ് പലപ്പോഴും അവരുടെ ജീവിതത്തിനെ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ന് വൈദ്യശാസ്ത്രം നിരവധി ഓപ്ഷനുകൾ നൽകുന്നു. IVF, ബീജദാനം, വാടക ഗർഭധാരണം, ദത്തെടുക്കൽ പോലും. പരമ്പരാഗത വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട പല സ്ത്രീകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഗർഭം ധരിക്കാൻ കഴിയില്ല എന്നത് ശരിയാണ്. കുട്ടികൾ ഉണ്ടാകാൻ അവരും ഈ ശാസ്ത്രീയ രീതികളെയോ ദത്തെടുക്കലിനെയോ ആശ്രയിക്കുന്നു. നല്ല ന്യായീകരണം. നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇത് ശരിയാണെന്ന്? എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം പ്രധാനമാണ്. പരമ്പരാഗത വിവാഹ സമ്പ്രദായത്തിൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം അംഗീകരിക്കുകയും ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലെസ്ബിയൻ ദമ്പതികളിൽ അവർ പുരുഷന്മാരെ പരസ്യമായി നിരസിക്കുന്നു. ജീവിക്കാൻ പുരുഷന്റെ ആവശ്യമില്ലെന്ന് പറയുന്നു. അവർക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല, പുരുഷന്മാരുമായുള്ള ബന്ധം അവർ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഗർഭധാരണത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് സാധ്യമാക്കാൻ അവർ ഇപ്പോഴും പുരുഷന്മാരുടെ ബീജത്തെ ആശ്രയിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസമാണ്! ഇത് ഒരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നു. സമൂഹം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ പുരുഷന്മാരെ സ്വീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് പുരുഷന്മാരെ ആവശ്യമില്ലെങ്കിൽ ഗർഭധാരണത്തിനായി പുരുഷന്മാരുടെ ബീജത്തെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പല സമൂഹങ്ങളും ഇപ്പോഴും ഈ ആശയം പൂർണ്ണമായി അംഗീകരിക്കാൻ മടിക്കുന്നത്. അതെ, ലെസ്ബിയന്മാർക്ക് അവരുടെ ഇഷ്ടാനുസരണം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സംസ്കാരവും പാരമ്പര്യവും ഇപ്പോഴും ചോദ്യം ചെയ്യുന്നു. പുരുഷന്മാർ ഇല്ലാതെ ഗർഭധാരണം യഥാർത്ഥത്തിൽ സ്വാഭാവികമാണോ? അവർ ശാസ്ത്രത്തിൻ്റെ വഴികളാണോ പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇതിനുവേണ്ടി പുരുഷനെ ആശ്രയിക്കുന്നത്? പുരുഷന്റെ യാതൊരു അംശവുമില്ലാതെ സ്ത്രീയുടെ മാത്രം സഹായത്തോടെ ക്ലോണിങ്ങിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവർ അതിനുവേണ്ടിയല്ലേ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്? അതല്ലേ ശരിക്കും ഹീറോയിസം? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ലെസ്ബിയൻ സംസ്കാരം ശരിയെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അവർക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ പുരുഷബീജം വേണമെന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.